2ാം ക്ലാസ്സിലെ ഭീകരൻ എന്ന ഭാവനാടകമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈച്ചയുടെ മോളിൽ തവള ശ്രദ്ധിക്കുന്നു. അവൻ വരുന്നു കൊലയാളി. മുതലാളിയോ? കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. അയ്യോ, കടുവയോ പുലിയോ? അയ്യോ, പുലിയോ കടുവയോ മറ്റുമാണോ? അതൊന്നുമല്ല, അതിനെക്കാട്ടും വലിയ ഭീകരൻ. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈച്ച വരുന്നു, ഇരിക്കുന്നു. അവൻ തന്നെ. ഇത് നമ്മുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നെക്കാളും ഒക്കെ സുന്ദരനാണിവൻ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം! ഞാനിവിടെ പരിവാരന. നിനക്കെന്താ ഇവിടെ കാര്യം? പോക്കാച്ചി തവളെ. കണ്ടില്ലേ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഈച്ച രാജുവിന്റെ തലയിലിരിക്കുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കൾ. അതെങ്ങനെയാ തവളെ ഈച്ചയുടെ കാലുകൾ പിടിച്ചു കയറുന്നത്? മലത്തിലും എല്ലാ വൃത്തികേടിലുമാണ് ഇവന്റെ വാസം. കോളറ മാത്രമോ, ടൈഫോയിഡും അടിസാരവും ഒക്കെ പരത്തുന്നത്. അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്ക് പിടിക്കില്ലേ കോളറ? ഇല്ല, നിങ്ങൾ മനുഷ്യർക്ക് ഇത് പിടിക്കും. ആഹാ, എന്നാൽ ഇതിനെ കൊന്നിട്ടു തന്നെ കാര്യം. രാജു വടിയെടുക്കുവാൻ പോകുന്നു. ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,20,000 മുട്ടകളായിരുന്നത്. രാജു വടിയുമായി വരുന്നു, അടിക്കുന്നു. തവളയ്ക്ക് അടികിട്ടുന്നു. പാത്രം അടിയേറ്റു വീഴുന്നു. അയ്യോ, ചോറും പോയ കുട്ട. സാരമില്ല, കൊടുക്കട. അനങ്ങല്ലേ മുത്തശ്ശി. എവിടെയാ കുട്ട? കൊടുക്ക്. രാജു അടിക്കുന്നു. ഈച്ച പറന്നു മാറുന്നു. മുത്തശ്ശി, ഇവനെ ഞാൻ ചെരുപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. താങ്ക് യു.